ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ പോണ്ടിച്ചേരി വ്ളോഗ് പാർട്ട് 2 ആണ് നിങ്ങൾ കാണുന്നത്. ഇപ്പം നമ്മളുള്ളത് ഇന്നലെ വന്ന റോക്ക് ബീച്ച് തന്നെയാണ്. ഇപ്പം സമയം 7:30. ഞാൻ പറഞ്ഞില്ല ഇന്നലത്തെ ഔട്ട്ഫിറ്റ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ ജസ്റ്റ് എനിക്കൊരു കംഫർട്ടബിൾ ആവാൻ വേണ്ടി ഒരു ഷഗ്ഗും കൂടി ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി രാവിലെ 6:30 എണീറ്റ് 7:30 ആയപ്പോൾ നമ്മൾ റോക്ക് ബീച്ചിലെത്തി. ഇവിടെ ആരും കാണൂലെന്ന് വിചാരിച്ചിട്ടുണ്ടോ? പക്ഷെ മോർണിംഗ് വാക്കിന് ഇവിടെ ഉള്ളവരെല്ലാം വരുന്നത് ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ ഫോട്ടോ എടുത്തേ പറ്റുള്ളൂ. പക്ഷെ ഇന്നലെ വന്നപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഗാന്ധിജിയൊക്കെ ഉണ്ട്, അതൊന്നും കണ്ടില്ല. നമ്മൾ ഈ സൈഡല്ല, അതിൻ്റെ അപ്പുറം സൈഡാണ് വന്നതെന്ന് തോന്നുന്നു. വെയിൽ വന്നു തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഫോട്ടോ എടുക്കണം. ഞാൻ ഫോട്ടോ എടുത്തിട്ട് നിരഞ്ജൻ എനിക്ക് എടുത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ 1-2 ഫോട്ടോസ് കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ നമ്മൾ 1-2 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വെട്ടത്തിന്റെ ഒരു കുഴപ്പം കാരണം എനിക്ക് കുറച്ചുകൂടി അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ റോക്ക് ബീച്ചിനോട് എന്നെന്നുമായി ഗുഡ് ബൈ പറയാൻ പോവുകയാണ്. ബാക്കിലൊരു കഫേ ഉണ്ട്, ഭയങ്കര ഭംഗിയുണ്ട് കഫേയൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നത്. റോക്ക് ബീച്ച് കൊള്ളാം. ഈ ബാഗ് എന്റെ സൈഡ് ബാഗ് ആയിരിക്കും അല്ലേ? ഇത് എന്റെ ബാഗാണ് ഗൈസ്. ഗ്രീൻ ഫ്ലാഗ് ആയി. ശല്യോ സത്യം പറയാലോ. നല്ല രസമുണ്ട് ഇവിടെ. പക്ഷെ വെയിലില്ലെങ്കിൽ നല്ല രസമായിരുന്നു. അടിപൊളിയാണോ? ഓക്കെ, നമുക്കത് ക്യാമറ എടുക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണ്. നിനക്ക് അതിന് പറ്റാത്തോണ്ടെന്ന് പറയാം. ക്യാമറമാൻ അല്ല ഗൈസ്, എനിക്കറിയില്ല. ഇനി ഇവിടുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണം. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. ക്യാമറയും ഫ്രെയിമും എല്ലാം കൊള്ളാം, പക്ഷെ അത് നിൽക്കുന്ന ആൾക്കാണ് പ്രശ്നം. നമ്മളിപ്പോ ഫ്രഞ്ച് കോളനിയുടെ ഏതോ ഒരു പാർട്ടിലാണ് വന്നിരിക്കുന്നത്. ഇത് സ്കൂളാണെന്ന് തോന്നുന്നു, കാരണം കുറെ പാട്ടൊക്കെ കേൾക്കുന്നു. മറ്റേ നമ്മുടെ അസംബ്ലിയിലൊക്കെ പാടിക്കൊണ്ടിരുന്ന പാട്ട്. ഇത് നല്ല സ്ഥലമാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ എന്ത് പറയാം, ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ വാക്ക് ഒരു 10 പ്രാവശ്യം ഉപയോഗിച്ചാണ്, ബട്ട് അത്ര നല്ല ഒരു ഇതുണ്ട് ഇവിടെ, ആംബിയൻസ് ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ? ഇത് ഏതോ ഒരു കഫേ ആണെന്ന് തോന്നുന്നു. പിന്നെ ബൊഗെയിൻ വില്ലയാണ് ഇവിടുത്തെ മെയിൻ എന്ന് തോന്നുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും ബൊഗെയിൻ വില്ലയാണ്, ഭയങ്കര ഭംഗി. അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെ കുറച്ച് നേരം ഒന്ന് നടന്നിട്ട്, കാരണം കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല വെയിലും ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും. അപ്പോൾ പറ്റുന്ന സമയം ഇവിടെ കൂടെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫ്രെയിംസ് ആണ്. അപ്പോൾ അവിടെ ഒരെണ്ണമുണ്ട്, ഇങ്ങോട്ട് വാ. ഇതും കൊള്ളാം. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇനി കഫേ എത്ര ബോറായാലും അതിൻ്റെ ആ ഒരു കുറേ ചെടിയൊക്കെ വെച്ച് നമ്മൾ അതിനെ ഒരു എസ്തെറ്റിക് വൈബ് ഉണ്ടാക്കിയെടുത്ത് ആരായാലും കയറും. അതിപ്പോൾ ഇവിടെ ആയാലും അല്ല, എവിടെ ആയാലും അങ്ങനെ തന്നെ. അസംബ്ലി കഴിഞ്ഞു തോന്നുന്നുണ്ട് പിള്ളേരുടെ. ഞാൻ ഒസ്റ്റടിക്കുന്ന കേട്ടോ സത്യം പറഞ്ഞാ. നല്ല വലിയ ദോശ. അപ്പൊ നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഏതോ ഒരു കടയിൽ വന്നിരിക്കുകയാണ്. സ്ഥലം പോലും അറിയില്ല. ഇത് ഓറോവില്ലിലോട്ടാണ് പോകാൻ പോകുന്നത്. ഓറോവില്ല് പോണ്ടിച്ചേരി എന്ന് പറയുമ്പോഴേ എല്ലാവരും മനസ്സിൽ എന്താണ്, മറ്റേ ഫ്രഞ്ച് കോളനി, ഓറോവില്ല്, മറ്റേ ഒരു ഞാൻ കാണിച്ചു തരാം ആ സ്ഥലമാണ്. അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ദോശ, ഞാൻ പറയില്ലേ, വീട്ടിലെനിക്ക് ദോശ, പുറത്തിറങ്ങിയാലും എനിക്ക് ദോശ കഴിക്കാനേ തോന്നുള്ളൂ. നമുക്കിന്റെ മടക്കായത് മടക്കിയതിന്റെ ഭംഗി പോവും. ഓക്കെ, പുറത്താണെങ്കിൽ നല്ല വെയിലാണ്, തലയാണെങ്കിൽ വേദനിക്കുന്നത്. ബാക്കിയതുപോലെ ഒരു ഒത്തിരി വെള്ളമില്ല, അത്രയ്ക്ക് ഡീഹൈഡ്രേറ്റഡ് ആയിപ്പോയി. അപ്പൊ കഴിക്കാം, നല്ല വിശക്കണമുണ്ട്.
നമ്മള് അവിടെ പോണ്ടിച്ചേരി നിന്നപ്പോ കേറിയത് കാർത്തിക് കഫേ. ഇവിടെ വന്നിട്ട് നമ്മൾ പേര് പോലും നോക്കാതെ കേറിയത് കാർത്തിക് കഫേയിലാണ്. ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് വൃത്തിയായിട്ട് എന്റെ പ്ലേറ്റ് എനിക്ക് വയ്ക്കാൻ പറ്റൂല. ഞാൻ ചിലപ്പോ ഓർക്കാറില്ല. ഞാൻ വേണമെന്ന് വെച്ചാൽ പോലെ എന്റെ പ്ലേറ്റ് എപ്പോഴും ഇങ്ങനെ ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും. നിരഞ്ജന്റെ പ്ലേറ്റ് നോക്കും, നല്ല വൃത്തിക്ക് തുടച്ചു വെച്ചിട്ടുണ്ട് എന്റെ പ്ലേറ്റ്. ആ എടുത്തോളൂ, കൈ കഴുകാൻ പോവാ. പിന്നെ ഇവിടെ വന്നപ്പോ മുതൽ ഭയങ്കര ഷുഗർ ക്രേവിങ്സ് ആണ്. എവിടെ നോക്കിയാലും കാർത്തിക് കാർത്തിക് കാർത്തിക്. നമ്മൾ അവിടെ കയറി കഫേ കാർത്തിക്, ഇവിടെ കയറുന്നില്ലായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞത്. ഇതിലെന്താണ് നീ വാങ്ങാൻ പോണേ? ഞാൻ ഒരു സാധനം എന്തേലും തീരുമാനിക്കും. നമ്മള് മൈസൂർ പാക്കും പിന്നെ ഇതെന്താണ്, ഇത് നമ്മുടെ ഗുലാബ് ജാമിന്റെ ഒരു വലുതാണെന്ന് തോന്നുന്നു. ഇത് രണ്ടും വാങ്ങി. രസഗുള എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് 100 ഗ്രാം ആയിട്ടേ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അത്രേന്റെ ആവശ്യമില്ല. ഹൗസ് ഇറ്റ്? ആ മറ്റേതോ? ഗുലാബ് ജാമിന്റെ ടേസ്റ്റ് ആണോ? ഓക്കെ. കൊള്ളാം. കഴിച്ച് വെച്ച് വരുമ്പോ ഒരു രുചിയുണ്ട്. ഇത് ഗുലാബ് ജാം. ഇത് വെച്ചിട്ട് ഞാൻ ഇതിൽ കൂടെ കാണുമ്പോൾ എല്ലാം ഭയങ്കര ഭംഗി സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൽ കൂടെ എങ്ങനെ നമുക്ക് സ്ഥലങ്ങൾ ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. ഓറോവിൽ എത്തി നമ്മൾ. ഓറോവിലിന്റെ പാർക്കിംഗ് ആണിത്. അപ്പോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് മന്ത്രി മന്ദിറിന്റെ. Auroville is beautiful, guys. അങ്ങനെ നമ്മൾ ഓറോവില്ലെത്തി. ഒരു കാടാണ് ഓറോവില്ല്. ഈ കാടിൽ കൂടെ നമ്മൾ നടന്ന് പോകുമ്പോഴാണ് മറ്റേ ആ ഉണ്ട അവിടെ എത്താൻ പോകുന്നത്. ആ അതാണ് കണ്ടിട്ട് മറ്റേ മന്ത്രി മന്ദിർ. അയ്യോ, നല്ല ഒരു നമ്മുടെ മ്യൂസിയത്തിലും കാര്യവട്ടം ക്യാമ്പസിലൊക്കെ വന്നൊരു ഫീല്. ഭയങ്കര ലൈക്ക് ഞാൻ കുട എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. കുട എടുത്തില്ലെന്നോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഡിസപ്പോയിന്റഡ് ആയിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ തണലുണ്ട്, ഇവിടെയൊക്കെ തണലുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. എല്ലാം കൊള്ളാം. എത്ര പ്രാവശ്യം വീഴാൻ പോയി ഞാൻ. വിൽക്കുന്ന എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അതറിഞ്ഞിവിടിരുന്നു. അതാണ് ഒരു വേ ഓഫ് ലിവിങ്. എല്ലാവർക്കും ഒരേ സാലറി ഇല്ലെന്നോ അങ്ങനെ എന്തോ. ക്യാഷ് ഇല്ലെന്നോ? ലൈക്ക് അവര് ക്യാഷിലല്ല. ഇല്ല, ഈ കടകളൊക്കെ ഒബ്വിയസ്ലി ക്യാഷിലായിരിക്കും അല്ലേ? അത് ക്യാഷായിരിക്കും. അതാണ് അതിനവർക്കുണ്ടാകുന്ന വരുമാനം. ഓക്കെ, ഇങ്ങോട്ടല്ലേ പോകാനുള്ളത്? അറിയില്ല. അതെ, മന്ത്രി വ്യൂ പോയിന്റ്. ഫ്ലിപ്പ് ചെയ്യാൻ പറ്റില്ലേ? ഇല്ല. ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി. നമ്മളിപ്പോ ഒരു 1-2 കിലോമീറ്റർ നടന്ന അവസാനം ഓറോവില്ലിന്റെ ആ റൗണ്ട് കാണാറായപ്പോ ഇവിടെ എത്തിയപ്പോ ആന്റി വയ്ക്കുന്ന പാസ് എവിടെ? എന്ത് പാസ്? ഏത് പാസ്? നടന്നങ്ങ് വന്ന് ആ പാവ ആന്റി ആയതുകൊണ്ട് കയറ്റി വിട്ടു. ഫ്രീ ആയിരുന്നു. പാർക്കിംഗ് ഫീഡ് ആ റെസീപ്റ്റ് കാണിച്ചപ്പോ പറഞ്ഞ് കയറി പോവാനായിട്ട്. അല്ലെങ്കിൽ നമ്മള് ഈ നടന്ന ഒരു 1.5 കിലോമീറ്റർ ഫ്രീ ആണ്. പക്ഷെ ആ പാസ് വേണം. 3 പ്രാവശ്യം ഫ്രീ. ഞാൻ 2 പ്രാവശ്യം ഫ്രീ എന്ന് പറഞ്ഞു, നീ 1 പ്രാവശ്യം. അപ്പൊ ഫോർ യുവർ ഇൻഫർമേഷൻ ഗൈസ്, നോ ദാറ്റ്. അപ്പോ എന്താണ്, ഭാഗ്യത്തിന് ആന്റി കയറ്റി വിട്ടു. അല്ലെങ്കിൽ ഈ 2 കിലോമീറ്റർ തിരിച്ചു നടന്ന് വീണ്ടും എങ്കിൽ നമുക്ക് തിരിച്ച് പോവായിരുന്നു. ഹെൽപ്പ് ചെയ്തത്
അവിടെ ഫ്രണ്ടിലൊരു സർദാർജി ഉണ്ടായിരുന്നു. അപ്പൊ ആള് പറഞ്ഞു ആണ് അവളുടെ ചേച്ചി പറഞ്ഞു പാസ് ചെയ്തോന്ന് ആന്റി എന്ന് പറഞ്ഞു. അങ്ങനെ പാവ ആന്റി എൻട്രി ചെയ്തു. എന്തായാലും ഐ തിങ്ക് നമ്മൾ ആ റൗണ്ട് ചെറുതായിട്ട് കണ്ടു. ഇനി പ്രോപ്പർ ആയിട്ട് കാണാനുള്ള സ്ഥലത്തോട്ടായിരിക്കും ഇപ്പൊ പോകുന്നത്. ഇത്ര പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അതിനകത്ത് കയറി വിസിറ്റ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. അത് നമ്മൾ എന്താണെന്ന് വെച്ചാല് ഞാൻ ഡീറ്റെയിൽസ് പറയാം കഴിച്ച് എവിടെയും ചെന്നിരുന്നിട്ട് പറയാം. ഇത് ഭയങ്കര ഈ ഹട്ടി ഇരുന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ ഓറോവിലിൻ്റെ ഉള്ളിൽ എന്തോ മെഡിറ്റേഷൻ സെൻറ്ററോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതിനുള്ളിൽ കയറണമെങ്കിൽ നമ്മൾ അവരെ വെബ്സൈറ്റിൽ കയറും. വെബ്സൈറ്റ് ഓപ്പൺ ആവുന്ന മൺഡേ ടു ഫ്രൈഡേ എന്തോ 9 to 12 ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേ അല്ല, കഴിഞ്ഞ മൺഡേ നോക്കിയപ്പോൾ 26 വരെയുള്ള അന്ന് മാത്രമേ ഓപ്പണിംഗ് ഉള്ളൂ. പിന്നെ ഫ്രൈഡേ നോക്കിയപ്പോൾ എന്താണ് 5th നമ്മൾ തിരിച്ചു വരുമല്ലേ, അങ്ങനെ നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ വിചാരിച്ചു 1 വീക്ക് മുമ്പേ അല്ലെങ്കിൽ 3 ദിവസം മുമ്പേ ബുക്ക് ചെയ്യണം. നമ്മൾ 3 ദിവസം മുന്നേ നോക്കിയില്ലേ, ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. പക്ഷേ ഡേറ്റ് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അത് നമ്മുടെ ലക്ക് അനുസരിച്ചിരിക്കും നമുക്കുള്ളിൽ കയറാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അതെ, നമ്മൾ ഹട്ട് ഇഷ്ടപ്പെടും. കാരണം അറിയാമോ, ഇത്രയും വെയിൽ കൊണ്ടിട്ട് വന്നതുകൊണ്ട് പണ്ടുള്ളവരെ വീടൊക്കെ ഇങ്ങനെ ആയിരുന്നില്ലേ, അപ്പൊ നല്ല തണുപ്പായിരുന്നായിരിക്കണം. എന്റെ വീട്ടില് എന്റെ വീട് ഇങ്ങനെയല്ലായിരുന്നു. കൂര വരുമ്പോഴത്തേക്ക് തണുപ്പ് കിട്ടൂല. എനിക്ക് പറയാനൊന്നുമില്ല ഗായ്സ്. ഈ ഒരു ഉണ്ട, ജസ്റ്റ് സീ ദിസ് ഉണ്ട, നമ്മൾ വാക്ക് ഫോർ എത്ര 1.5 കിലോമീറ്റർ അല്ലേ, എക്സാക്ട്ലി അത്രയും നടന്നു. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഇതിവിടെ വെള്ളമായിരിക്കും എന്നാണ് നിരഞ്ജൻ പറയുന്നത്. പക്ഷെ വെള്ളമാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോ വെള്ളം ആണെങ്കിൽ സെറ്റ് ആയിരിക്കും. ഇതിപ്പോ എടുക്കുന്ന എന്റെ ഫോണിലാണ്. കാരണം മഞ്ജുമ്മയുടെ ഫോണിൽ എന്ത് കഴിഞ്ഞ് സ്ഥലം കഴിഞ്ഞുകൊണ്ട് എടുക്കുന്ന എന്റെ ഫോണിലായിരിക്കും. സ്റ്റോറേജ് ഇല്ല ഗൈസ്. 200 രൂപ കൊടുത്ത് 200 GB വാങ്ങിയിട്ട് പോലും സ്റ്റോറേജ് ഇല്ല. അതുകൊണ്ട് എന്റെ സ്ഥലം ഉള്ളതുകൊണ്ട് എന്റെ ഫോണിൽ കുറച്ചെടുക്കാന്ന് വിചാരിച്ചു. കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇരിക്കാം, കാറ്റൊക്കെ കൊണ്ട്. നല്ല കാറ്റുണ്ട് ഗൈസ്. കാണിക്കാം. അതെ, ബാക്കിലുണ്ട് സാധനം. ഇവിടെ കുറെ ആൾക്കാർ ഇതിനുള്ളിൽ ജീവിക്കുന്നുണ്ട്. ചിലർ വണ്ടിയിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് അവരൊക്കെ ഇതിനുള്ളിൽ വണ്ടി കയറ്റിയെന്ന് എനിക്കറിയില്ല. ലൈക്ക് ഇന്ത്യൻസും ഉണ്ട് ഇവിടെ. വർക്ക് ചെയ്യുന്നവരും ഇവിടെ ജീവിക്കുന്നവരും ആയിരിക്കും വണ്ടി ഉപയോഗിക്കുന്നല്ലേ. അപ്പോ മേ ബി ഇനി നമുക്ക് ലഞ്ച് കഴിക്കാൻ പോണോ? ഇനി മറ്റേ സാധന ഫോറസ്റ്റ് പോണോ? ശരിയാണ്, ചിലപ്പോ ആ ഫോറസ്റ്റ് പോവാ. അല്ലെങ്കിൽ നമ്മള് ലഞ്ച് മുട്ടൻ ബിരിയാണി കഴിക്കാൻ പോകും. മുട്ടൻ ബിരിയാണി കിട്ടിയാൽ മതി. ഇന്നലെ മുട്ടൻ ബിരിയാണി കഴിക്കാൻ പോയിട്ട് ഒരാൾക്കുള്ളതേ ഉള്ളൂ. കിലോമീറ്റേഴ്സ് നമ്മൾ റൈഡ് ചെയ്തു, എന്നിട്ട് ഒരു മുട്ടൻ ബിരിയാണി കിട്ടിയില്ല. പക്ഷെ ഇന്ന് കിട്ടുവാണേല് കഴിക്കാൻ പോവാ. പോവുക ചെയ്തവർ സമ്മതിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ആൾക്കാർ ഫ്രണ്ടിൽ പോയിരുന്ന എക്സ്പ്രഷനൊക്കെ ഇട്ട് ഓരോ എന്നെ സമ്മതിക്കണ്ടേ? ഞാനിപ്പോ ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഓർത്തില്ല. അതിങ്ങനെ ഒരുങ്ങി പോകും കൈക്കൂടെ, അങ്ങനത്തെ എനിക്ക് ഒരുമാതിരി. പക്ഷെ മനുഷ്യമിക്ക് അങ്ങനെ നാണോ വേണമെന്നില്ലാത്തതുകൊണ്ട് അവൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് പറ്റിയില്ല. ഇവിടുത്തെ വെയിലടിച്ച് ടാനായി അല്ല, അല്ലെങ്കിൽ ഇതിനെ കാണാൻ എന്നാലും കുറച്ച് ടാൻ അടിച്ചു ഇല്ലേ? ചുമ്മയാണ്, നിനക്ക് ടാനൊന്നും അടിച്ചിട്ടില്ല. എനിക്കാണ് ടാൻ അടിക്കുന്നത് നോർമലി. നിനക്ക് ടാൻ അടിക്കൂല വലുതായിട്ട്, അങ്ങനത്തെ സ്കിന്നാണ്. അങ്ങനെ ഉണ്ട് ചിലർക്ക് പെട്ടെന്നൊന്നും ടാൻ അടിക്കൂല. എന്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ കാത്തിരിക്കുകയാണ്, കുരു വരാനും ടാൻ അടിക്കാനും ഒക്കെ. അങ്ങനത്തെയാണ് എന്റേത്. അത്രേ ഉള്ളൂ. ഇറങ്ങാൻ പോകുന്നു ഗൈസ്. കാരണം ഇനി നമ്മുടെ പ്ലാൻ ഒന്നും കറക്റ്റ് ആയിട്ട് നടക്കൂല. ടൈം ഒരുപാട്. ഇനി ബിരിയാണി കഴിക്കാൻ പോവാം. ഇനി കുട്ടൻ ബിരിയാണി, ഇനി ഒരു മട്ടൻ ബിരിയാണി കിട്ടൂല. ഇതേ ടൈമിൽ നമ്മൾ ഇന്നലെയും പോയത്, കിട്ടിയില്ല. ഇനി അവിടെ മട്ടൻ ബിരിയാണി കൊടുക്കുന്ന സ്ഥലം എത്തുമ്പോ എത്ര മണിയാവും? 2 മണിയാവും. അപ്പോഴത്തേക്ക് എല്ലാം കഴിയും. അല്ല, ഇനി വേറെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ തിരിച്ച് നടന്നു പോകണം. അതെടുക്കും ഒരു 35 മിനിറ്റ്.
അത് കഴിഞ്ഞ് വണ്ടി എടുക്കുന്നത് പോകണം. അവിടെ നിന്ന് വീണ്ടും ഒരു 15 കിലോമീറ്ററാണ് നമ്മൾ പോണ്ടിച്ചേരി. ഇത് പോണ്ടിച്ചേരി കഴിഞ്ഞിട്ടാണ് ഇങ്ങുള്ളത്. അത് 1 മണിക്കൂർ എടുക്കും. അപ്പോൾ എല്ലാം കൊണ്ടും ഏകദേശം 2-2:30 3 മണിയാവും ഫുഡ് കഴിക്കാൻ. ബൈ ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് കുറച്ച് നല്ല സാധനങ്ങൾ കാണിച്ചു തരാം. എന്തോന്ന് പറഞ്ഞാൽ പോകുന്ന വഴി കുറച്ച് നല്ല സാധനങ്ങളുണ്ട് കാണാനായിട്ട്, കുറച്ച് നല്ല പ്ലേസ്. അത് കാണിച്ചു തരാം, പറ്റുമെങ്കിൽ കാണിച്ചു തരാം. സ്പേസ് ഉണ്ടെങ്കിൽ, എന്തുണ്ടെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. മതി. ഗൈസ്, അങ്ങനെ മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ നേരെ എത്തിയത് ഇവിടെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കും. അല്ല, മട്ടൻ ബിരിയാണി അത് കഴിക്കാൻ പോകുന്ന സമയത്തെ നല്ല തളർന്ന് ഓറോവില്ലിൽ നിന്ന് നടന്ന് ഒരു പരുവായിട്ടാണ് എത്തിയത് തന്നെ. ഇതിന്റെ ഉച്ചിയിലൊക്കെ ഭയങ്കര ഇങ്ങനെ തിളക്കായിരുന്നു. അങ്ങനെ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് എവിടെ, പോണ്ടി മറീന ബീച്ചിലാണ്. ഇത് ഭയങ്കര ഭംഗിയുണ്ട്. ഇവിടെ കുറെ അമ്യൂസ്മെന്റ് പാർക്ക് പോലെയാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ആരുമില്ല, ആൾക്കാരില്ല ഇവിടെ ഒരിടത്തും. ഇവിടെ നമ്മുടെ ഇതിനെന്തോ പറയും, ജെയിൻ വീൽ അല്ല, അതിന്റെ ഒരു ഡ്യൂപ്പ് വേർഷൻ. അങ്ങനെ കുറെ ആളും ഇല്ലെങ്കിലും എല്ലാം ഇങ്ങനെ കറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ കുറെ ഫുഡ് സ്റ്റോളും ഒന്നിനും ആളില്ല. അതെന്താന്നറിയില്ല. ഇനി ചിലപ്പോൾ ഇത് കഴിയാറായോണ്ടായിരിക്കും. പക്ഷെ കൊള്ളാം. റോക്ക് ബീച്ച് പോലെയല്ല, ഇവിടെ നല്ല രസമുണ്ട്. നല്ല ലൈറ്റ്സും എല്ലാം ഒക്കെ ആയിട്ട്. നിരഞ്ജൻ എന്തോ പറയാനുണ്ട്. നിരഞ്ജൻ, നിനക്ക് മൈക്കില്ല? മൈക്ക് വേണ്ട, എനിക്കൊന്നും പറയാനില്ല. ഓക്കെ. ബാക്കിൽ കുരിശല്ല, വേറെ നല്ല ക്രീപ്പിയാണ് കേട്ടോ, ആൾക്കാർ ഒട്ടുമില്ല. ഞാൻ ഇത്ര നേരം നല്ലതെന്ന് പറഞ്ഞിട്ട് നീ വന്ന് പറയുന്നത് ക്രീപ്പി എന്ന്. ചെറുതായിട്ട് നോക്കുമ്പോഴത്തേക്ക് അറിയാമോ, ആരും ഇല്ലാത്ത അമ്യൂസ്മെന്റ് പാർക്ക്. അത് ഓപ്പണിരിക്കുന്ന ആൾക്കാർ മാത്രം, ബാക്കി പെരുതാണ്ട് ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുറച്ചുപേര് വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുപേരൊക്കെ വന്നു. അത് വന്നപ്പോഴത്തേക്കും ഇവിടെ എല്ലാ ഷോപ്പും ഉണ്ട്. പക്ഷെ അതിനൊന്നും ആരുമില്ല. അത് ഉണ്ടാക്കാതിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന ആൾ മാത്രമേ. എന്റെ തലയിൽ ഒട്ടിച്ചു വെച്ചൊക്കെയാണ് ഈ സാധനം. ഇവിടെ വന്നപ്പോ മുതൽ ഇത് തലേന്ന് ഊരിയിട്ടില്ല. ഈ ഒരു മഞ്ഞ ഗ്ലാസ്. എന്റെ കൂട്ടുകാരന്റെ സ്നേഹം ഒന്നുമില്ല. കൂട്ടുകാരുടെ സ്നേഹം കൂട്ടുകാരൻ തന്നതുകൊണ്ട് നമ്മളത് ഒഴിവാക്കൂല. ശരി, ഇതിലൊക്കെ കയറ്റി ഇറക്കിയാണ്. ശ്രദ്ധിച്ചോടിക്കേ. ഇനി ഇവിടെ തിരിക്കുന്നു, ഫുഡ് കോർട്ടിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, പിന്നെ അങ്ങോട്ട് ഒരു കഫേ പോകുന്നു. ഫിനിഷ്. കഫേ പോയിട്ടാണോ ഫുഡ് കഴിക്കാൻ പോകുന്നത്? ഫുഡ് കഴിച്ചിട്ടാണോ കഫേ പോകുന്നത്? കഫേ പോയിട്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അതോടെ നമ്മുടെ ട്രിപ്പ് ഖത്തമാണോ? നാളെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്. എനിക്ക് വിഷമം വരുന്നു. അടുത്ത ആഴ്ച ഈ സമയത്തൊക്കെ ഞാൻ ഓഫീസിൽ ഇരിക്കും. അടുത്ത ആഴ്ച വലിയ ചിരിക്കല്ലോ വേണമെങ്കിൽ. അത് ശരിയാണ്. ഗൈസ്, ഇന്നലെ കാണിച്ച അതേ ഫുഡ് സ്ട്രീറ്റിലാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത്. ഈ ഒരു സ്ട്രീറ്റ് കണ്ടുപിടിക്കാനായിട്ട്, ഇത് നമ്മൾ നിന്നതിന്റെ എത്ര 1 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. പക്ഷെ നമ്മളിത് കണ്ടുപിടിക്കാനായിട്ട് 10 കിലോമീറ്റർ നമ്മള് വണ്ടി ഓടിച്ചു. കാരണം എന്താണ്, എനിക്കും നിനക്കും ഓർമ്മയില്ല. അതായത് നമ്മുടെ സ്ഥലം പെട്ടെന്നൊന്നും കണ്ടുപിടിക്കില്ല, ഓർത്തു വെക്കില്ല. ഇന്നലെ വന്ന എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു സ്പോട്ടോ ലൈക്ക് ഓർത്ത് വെക്കാനായിട്ട് അതൊന്നും നമ്മൾ നോക്കിയില്ലായിരുന്നു. അതുകൊണ്ട് കണ്ട സ്ഥലം തന്നെ ഒരു 10 പ്രാവശ്യമാണ്. ഇവിടുത്തെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റില്ല. അതാണ് കുഴപ്പം, അല്ല നമ്മുടെ കുഴപ്പമല്ല. ഭയങ്കര കൺഫ്യൂസിങ്. അപ്പം ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഓർത്തിരിക്കാനായിട്ട് പാടാണ്. ഇത് തന്നെയാണോ ഞാൻ പറയാൻ വന്നത്? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഗൈസ്. കാരണം എന്റെ ഫോണിൽ സ്പേസ് തീർന്നിട്ട് ഞാൻ ഇവന്റെ ഫോണിലാണ് ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആ ഫ്ലോ പോയി. അപ്പൊ നമ്മളിവിടെ മെയിൻ ആയിട്ട് വന്ന ഇവിടുത്തെ പ്രോൺസ് ഫ്രൈ കഴിക്കാനായിട്ടാണ്. പ്രോൺസ് റോസ്റ്റോ പ്രോൺസ് ഫ്രൈയോ അത് ഫസ്റ്റ് കഴിക്കാൻ പോണം. എന്നിട്ട് പിന്നെ നമ്മൾ കഫേയിൽ പോയില്ല. കഫേയിൽ എന്തുകൊണ്ട് പോയില്ല?
കാരണം എനിക്ക് ഈ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് നല്ലൊരു ഫോട്ടോ എടുക്കണുണ്ടായിരുന്നു. ആ ഫോട്ടോ എനിക്ക് കിട്ടി ഫ്രഞ്ച് കോളനി വെച്ച് തന്നെ. പിന്നെ കഫേ നമ്മൾ ഉദ്ദേശിച്ച വൈബിനുള്ള കഫേ കിട്ടിയില്ല. വൈബും നമ്മുടെ ബഡ്ജറ്റിനും അനുസരിച്ച് ഇൻഡോർ ആണ് നമുക്ക് വേണ്ടത്. ഇന്നലെ പോയ പോലത്തെ കുറച്ച് ട്രീസ് ഒക്കെ ഉള്ള ഒരു കഫേ ആയിരുന്നു, പ്ലാന്റ്സ് ഒക്കെ ഉള്ള. പക്ഷെ അങ്ങനെ ഒരെണ്ണം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പോകണ്ടെന്ന് ചോദിച്ചാൽ ആ പ്ലാൻ ക്യാൻസൽ ചെയ്തു. അങ്ങനെ പ്രോൺസ് കഴിക്കണം. പിന്നെ ഇവിടെ 1-2 ഫുഡ് സ്പോട്ടും ട്രൈ ചെയ്യണമെന്നുണ്ട്. എല്ലാം കാണിച്ചു തരാം. ഇവിടെ പ്രോൺസ് ഫ്രൈയും ഉണ്ട്, പ്രോൺസ് മസാല ഉണ്ട്. അതിൽ നമ്മൾ പ്രോൺസ് മസാല ഓർഡർ ചെയ്തു. ഫസ്റ്റ് ടൈം ആണ് വാഫിൾസ് കഴിക്കുന്നത്. നീ കഴിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം. എവരിതിങ് ട്രൈങ് ടുഗദർ. ആദ്യമായിട്ട് ഞാൻ വാഫിൾസ് കഴിക്കാൻ പോവാണ്. എന്താ ചൂട്? ഗൈസ്, ഇവിടെ നമ്മൾ വാങ്ങാൻ വന്നത് ഈ ഒരു ലേസിൽ ഫ്രഞ്ച് ഫ്രൈസും ചിക്കനൊക്കെ ഇട്ടൊരു സാധനമാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇത് ചിക്കൻ ലോഡഡ് ലേസ് വാങ്ങി. അത് പാഴ്സലാണ് വാങ്ങിയത്. പിന്നെ എന്താണ്, വേഫിൾസ് കഴിച്ചു, പ്രോൺസ് കഴിച്ചു. എല്ലാ ഫുഡും നല്ലതായിരുന്നു. ഫുഡിന്റെ കാര്യത്തിൽ ഇവിടെ ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു കാര്യത്തില് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇവിടെ വണ്ടി ഓടിക്കുന്നവരും എന്താ ഭയങ്കര, ഇന്ന് നമ്മളെടുത്ത വണ്ടി ഇൻഡിക്കേറ്റർ ഇല്ല. ഞാൻ ഇത്രയും നേരവും ഇൻഡിക്കേറ്റർ ഇട്ടാണ് ഓടിച്ചത്. പക്ഷെ ഞാൻ കുറെ വണ്ടി ചെക്ക് ചെയ്യാറില്ല. പക്ഷെ അവര് ഞാൻ വിളിക്കുന്ന നോക്കിയാണ് അവർ വിളിക്കുന്നത്. എല്ലാവരും ഭയങ്കര സ്പീഡിലൊന്നുമില്ല. അവരുടെ പാട് നോക്കി പോകുന്നു. നമ്മുടെ ഇവിടെ അവിടേക്ക് ആയിരുന്നേല് 10 ചീത്തയും വിളിച്ച് അവിടെ വഴക്കായി അങ്ങനെയൊക്കെ ആയിരുന്നേനെ. അപ്പൊ എന്താണ്, ഇതോടെ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കാറായി. നാളെയാണ് നമ്മുടെ ട്രെയിൻ. അപ്പൊ നാളെ നമ്മൾ തിരിക്കും. എനിക്കിവിടെ വന്നപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു നെഗറ്റീവ് അടിക്കുകയായിരുന്നു. പക്ഷെ പോണ്ടിച്ചേരി ഇറ്റ്സ് എ വെരി ക്ലീൻ സിറ്റി. സത്യം പറഞ്ഞ നല്ല സിറ്റിയാണ്. പിന്നെ നല്ല അട്രാക്ഷൻസ് ഒക്കെ ഉള്ളത് ഫ്രഞ്ച് കോളനിയുടെ അങ്ങോട്ട് ആ സൈഡിലൊക്കെയാണ്. പിന്നെ സ്ട്രീറ്റ് ഫുഡ്, ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്. പല പല വെറൈറ്റീസും. മെയിൻലി എന്താണ്, സീ ഫുഡ് ഒക്കെയാണല്ലേ ഉള്ളത്. എവിടെ കുറെ അടുത്ത് ബിരിയാണി, അതായത് ചെമ്പ് ഇങ്ങനെ വെളിയിലെടുത്ത് വെച്ചേക്കും. അങ്ങനെ കുറെ സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി ബാക്ക് ടു എൻ്റെ ഓഫീസ് ലൈഫ്. ഓഫീസിൽ പോകുന്നു, വീട്ടിൽ വരുന്നു. ഞാൻ ഇത്ര നാൾ ഇങ്ങനെ ഇരുന്ന് എണ്ണീട്ടുണ്ട് ഇനി എത്ര നാളുണ്ട് എന്നൊക്കെ. പക്ഷെ കഴിയാറായി ഗൈസ്. വിഷമമുണ്ട്, ഭയങ്കര വിഷമം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ ഈ വ്ളോഗ്, പോണ്ടിച്ചേരി വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുവാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.